തൻ്റേതല്ലാത്ത തെറ്റുകൊണ്ട് പെരുവഴിയിലേക്ക് ഇറങ്ങുന്നതിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതും ഈ കൊടും വേനൽ സമയത്ത്. അങ്ങനെ ഒരു കുടുംബമുണ്ട് തൃശ്ശൂരിൽ. സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപത്തട്ടിന് ഇരയായ കുടുംബമാണ് ഈ പെരുവഴിയിലായത്. വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതോടെ ഭിന്നശേഷിക്കാരൻ ഉൾപ്പെടെ 4 പേർ അന്തിയുറങ്ങുന്നപ്പോൾ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത്. ഒന്നും രണ്ടുമല്ല, 16 ദിവസങ്ങളായി ഇവർ ഈ കഷ്ടത അനുഭവിക്കുകയാണ്. തലയ്ക്കു മുകളിൽ തീ കോരിയിടുന്ന സൂര്യൻ, അതിലും വലിയ നീറ്റലാണ് ഈ 4 പേരുടെ നെഞ്ചിനുള്ളിൽ. 16 ദിവസത്തിലേറെയായി തൃശൂർ തേക്കിൻകാട് മൈതാനമാണ് ഒളരി സ്വദേശി ജിബിയുടെയും മക്കളായ എൽന, എമിൽ എന്നിവരുടെയും വീട്. കുടുംബ സുഹൃത്ത് ഗിരീഷും ഒപ്പമുണ്ട്. പെരിങ്ങാവ് ഗാന്ധിനഗറിലെ വാടക വീട്ടിൽ നിന്ന് ഉടമ ഇറക്കി വിട്ടതോടെയാണ് ജിബിയും മക്കളും പെരുവഴിയിലായത്. ആ വെച്ച ബാഗൊക്കെ തുറന്ന് അവിടെ ഈ പശുവിൻ്റെ തൊഴുത്തിൽ തുറന്നിട്ടേക്കായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. ഞാൻ പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തതിൽ ഒരു സാധനവും ഇല്ല, ഇതൊക്കെ തുറന്നിട്ടേക്കണമെന്ന് കാണിച്ചു കൊടുത്തു. പോലീസുകാർ പറഞ്ഞു സർട്ടിഫിക്കറ്റ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും എടുക്കണ്ട, പിന്നെ കേസ് മാറുള്ളൂ, ഒന്നും എടുക്കണ്ട, പോരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോരുക ചെയ്തത്. പിന്നെ പ്രവീൺ റാണ പ്രതിയായ സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പിൽ കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടമായി. പിന്നാലെ കടക്കണി. ഒടുവിൽ വാടക പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയിലായി. പാരാമെഡിക്കൽ വിദ്യാർത്ഥിയായ എൽനയ്ക്ക് അടുത്തിടെ ബംഗളൂരുവിൽ ജോലി ലഭിച്ചു. പക്ഷേ വാഹനാപകടത്തിൽ സാരമായി പരിക്കേറ്റ് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലായി. ഇതിനിടെയാണ് വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. കുട്ടികളുടെ സർട്ടിഫിക്കറ്റും വീട്ടുസാധനങ്ങളും ഉടമ മറ്റെവിടേക്കോ മാറ്റിയെന്നാണ് ആരോപണം. വിയൂർ പോലീസിലും കളക്ടറുടെ ഓഫീസിലും പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ലെന്ന് കുടുംബം പറയുന്നു. 20 ദിവസമായി വടക്കുന്നാഥ അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് മോൾക്കാണെങ്കിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് കയ്യിൽ സൂര്യാഘാതം ഏറ്റു തുടങ്ങി, കയ്യിൽ സ്റ്റിച്ചിൻ്റെ അവിടെ പോളം വന്നു തുടങ്ങി. ഞങ്ങൾക്കൊന്ന് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങൾക്ക് ഉടതുണി മാറി കൊടുക്കാനില്ല, കിടക്കാൻ ഒരു ഇടയില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്കായി നിലവിൽ ജില്ലാ ആശുപത്രിയെയാണ് ഇവർ ആശ്രയിക്കുന്നത്. രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മൂലം ഉറക്കമൊഴിച്ച് രാവു പകലാക്കി ജീവിക്കുകയാണ് കുടുംബം. ഒരു പോലീസുകാരന് അടുത്ത് വന്ന് നിന്നിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ കുറേ നേരം ഞങ്ങളെ നോക്കിയിട്ട് അതിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിറങ്ങിയിട്ട് അമ്മയുടെ അടുത്ത് ഇവിടെ വന്നിരുന്നിട്ട് പറഞ്ഞു, അയാളെ വീട് വാടകയ്ക്ക് എടുത്ത് തരാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും, ഒന്ന് സഹകരിച്ചാൽ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ ദേവസ്വത്തിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ ചേട്ടനും പിന്നെ കുറേ ആൾക്കാരും ഒന്ന് കൂടിയിട്ട് അയാളെ ഓടിപ്പിക്കുക ചെയ്തത്. ഈ മരത്തണലിൽ ഇനിയും എത്ര നാളെന്നാണ് ഇവർ ചോദിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24.